ഇവിടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ പ്രോബ്ലം ആണേ. ഇവിടെ an item sold 21/31 ഓഫ് ദ ആക്ച്വൽ സെല്ലിംഗ് പ്രൈസാണ്. അപ്പോൾ ബേസ് 31 ആണ്. അപ്പം നമുക്ക് എപ്പോഴും ബേസ് കണ്ടിട്ടുള്ള വാല്യൂ ഒന്ന് കമ്പയർ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പം 31 ആണ് ബേസ് ഇവിടെ. അപ്പോൾ ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് 31 ആയിട്ട് തന്നെ എടുക്കുക. അപ്പോൾ ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് 31 ആണ്. ഓക്കെ, ഇനി ഈ 31ൻ്റെ 21/31 കണ്ടുപിടിക്കുക. അപ്പം 31ൻ്റെ 21/31 എത്രയാണ്? 21 അല്ലേ? അപ്പോൾ 21ന് വിൽക്കുക. ഇപ്പോഴൊരു സെല്ലിംഗ് പ്രൈസാണ്. അപ്പോൾ 21ന് വിൽക്കുമ്പോൾ ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് ആൻഡ് ദസ് ഷോപ്പ് കീപ്പർ ലോസസ് 60%. അപ്പോൾ ലോസ് കണക്കാക്കുന്ന ഏതിൽ നിന്നാണ്? കോസ്റ്റ് പ്രൈസ് എന്നത് ലോസ് കണക്കാക്കുന്നത്. അപ്പം 16% ലോസ് വന്നു. അപ്പോൾ കോസ്റ്റ് പ്രൈസിൻ്റെ എത്ര പെർസെൻറ്റിനാണ് വിൽക്കുന്നത്? 84 അല്ലേ കോസ്റ്റ് പ്രൈസ്. ദെൻ അടുത്ത സ്കീം ബി, ദ സെയിം ഐറ്റം സോൾഡ് അറ്റ് 85 ഓഫ് ദ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ നമുക്കിവിടെ 21 കണ്ടുപിടിക്കേണ്ടത് തന്നിരിക്കുന്നത്. നമുക്കിനി ആക്ച്വൽ സെല്ലിംഗ് പ്രൈസിൻ്റെ 85%ലാണ് വിൽക്കുന്നത്. അപ്പോഴുണ്ടാകുന്ന പ്രോഫിറ്റ് ആൻഡ് ഓർ ലോസാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ആക്ച്വൽ എത്രയാണ്? 31. അപ്പോൾ നമുക്ക് 31ന് വിൽക്കുമ്പോൾ എത്ര കണ്ടുപിടിക്കാൻ നോക്കുക. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇവിടെ 21 84 ആയിരുന്നു. അപ്പോൾ ഇൻറ്റു 4 ചെയ്തിട്ടില്ലേ? അതുപോലെ ഇവിടെയും 4 ചെയ്യുക. 124% കിട്ടും. അപ്പോൾ ഈ 124 എന്താ? 24% പ്രോഫിറ്റ് ഉണ്ടാവുക. നമുക്കതല്ലേ ചോദിച്ചിരിക്കേണ്ടത്. ഇത് ആക്ച്വൽ സെല്ലിംഗ് പ്രൈസിന് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോഫിറ്റാണ്. അപ്പം ഇനി ഇതിൻ്റെ എത്രയാണ്? 85% വിൽക്കുമ്പോൾ ഉള്ള. അപ്പോൾ 85%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ അറിയാം. 70/20. ജസ്റ്റ് 5 കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ 70/20. ഇനി ഇതിൻ്റെ 70/20. അപ്പോൾ ആക്ച്വൽ സെല്ലിംഗ് പ്രൈസിൻ്റെ 85% ആയില്ലേ? അതുപോലെ റൈറ്റ് സൈഡിൽ ചെയ്യുക. 124% ഇൻറ്റു 70/20. ഇവിടെ 4 വെച്ച് ക്യാൻസലാക്കുമ്പം 31 ആയി. ഇവിടെ 5 ആയി. 31 ഇൻറ്റു 70. അപ്പം 30 ഇൻറ്റു 70 ആകുമ്പം 510 ആയി. പ്ലസ് 70 527. 527 ഡിവൈഡഡ് ബൈ 5 ആണ്. ജസ്റ്റ് ഇരട്ടി എടുത്ത് നോക്കുക. 1054 രണ്ട് സാധനം ഒരു മാറ്റം 105.4% കിട്ടി. ഇതിനർത്ഥം എന്താ? 100 ഉണ്ട് പ്ലസ് 5.4% ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. എത്രയാണ്? 5.4%. ഈസി മെത്തേഡ് അല്ലേ?